ബീഹാറിൽ വോട്ടർ പട്ടികയുടെ മറവിൽ ദേശീയ പൗരത്വ രജിസ്റ്റർ നടപ്പാക്കുകയാണെന്ന പ്രതിപക്ഷ ആരോപണം ശക്തമായിരിക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൂടുതൽ അധികാരം നൽകി കേന്ദ്ര സർക്കാർ. പൗരത്വത്തിൽ സംശയം തോന്നുന്നവരുടെ വിവരങ്ങൾ കമ്മീഷന് ഫോറിനേഴ്സ് ട്രിബ്യൂണലിന് കൈമാറാം. ഇതോടെ ട്രിബ്യൂണലിന് മുന്നിൽ പൗരത്വം തെളിയിക്കേണ്ടത് വോട്ടറുടെ ബാധ്യതയായി മാറുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അതായത് ഈ വോട്ടർ പട്ടിക പരിഷ്കരണം ഇനി നമ്മുടെ നാട്ടിൽ ഇത്രയും നാൾ ജീവിച്ച മനുഷ്യൻ അവൻ്റെ പൗരത്വം തെളിയിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. നോക്കൂ, ഇത് ദേശീയ പൗരത്വ രജിസ്റ്റർ എന്ന് പറയുന്ന നടപടിയുടെ മറ്റൊരു ഭാഗമായിട്ട് വേണം നമുക്കതിനെ കാണാൻ. വിവരങ്ങളുമായി സിബി കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. ഇതിൽ നിന്ന് സിബി, ഈ വോട്ടർ പട്ടിക പരിഷ്കരണം അത് പൗരത്വ രജിസ്റ്റർ രൂപീകരണത്തിൻ്റെ എല്ലാ തലത്തിലേക്കും കടക്കുകയാണോ? ആ ആക്ഷേപത്തിനപ്പുറത്തേക്ക് അതിനെ ശരിവെക്കുന്ന വിവരങ്ങളും വസ്തുതകളുമാണോ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്? അതിൻ്റെ ഭാഗമായിട്ടാണോ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കേന്ദ്ര സർക്കാർ ഈ അധികാരങ്ങൾ പുതുതായി നൽകിയിരിക്കുന്നത്? മനു, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും ബീഹാറിൽ ഈ പൗരത്വ രജിസ്റ്റർ സമാനമായി തന്നെ അവിടെ വോട്ടർ പട്ടികയുടെ പരിഷ്കരണം നടന്നു വരികയാണ്. ഇതിൽ പ്രതിപക്ഷം ആദ്യം മുതൽ തന്നെ വലിയ ആരോപണം ഉന്നയിച്ചത് ഈ ഒരു വോട്ടർ പരിഷ്കരണം, സമഗ്ര പരിഷ്കരണം എന്ന് പറയുന്നത് അത് അസമിലും മറ്റും നടപ്പാക്കിയ ദേശീയ പൗരത്വ രജിസ്റ്ററിന് തുല്യമായി മാറുമെന്ന് തന്നെ ആരോപണം ഉന്നയിച്ചിരുന്നു. ഇത് ശരിവെക്കുന്ന ചില കാര്യങ്ങളാണ് ഈ വിജ്ഞാപനത്തിൽ വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ജൂൺ 24 പുറത്തിറക്കിയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന അധികാരങ്ങളെ സംബന്ധിച്ചുള്ള വിജ്ഞാപനമുണ്ട്. ആ വിജ്ഞാപനത്തിൽ 5B ചട്ടപ്രകാരം പറയുന്നത് ഈ ദേശീയ പൗരത്വം അല്ലെങ്കിൽ ദേശീയ പൗരത്വത്തിൽ എന്തെങ്കിലും സംശയം തോന്നിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ബീഹാറിലെ വോട്ടർമാരുടെ അവരുടെ പൗരത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും സംശയം തോന്നിക്കഴിഞ്ഞാൽ അതിൽ ഈ ഫോറിനേഴ്സ് ട്രിബ്യൂണലിന് ഇവരുടെ വിവരങ്ങൾ കൈമാറാം. ഈ ഫോറിനേഴ്സ് ട്രിബ്യൂണലാണ് ഈ ദേശീയ പൗരത്വം നിർണ്ണയിക്കുന്നതിനുള്ള അധികാരമുള്ള ട്രിബ്യൂണൽ. ഈ ട്രിബ്യൂണലിന് കൈമാറിക്കഴിഞ്ഞാൽ ഈ ട്രിബ്യൂണലിൽ വേണം ഇനിയിപ്പോൾ പിന്നീട് വോട്ടർമാർ തങ്ങൾ ഇവിടുത്തെ ബീഹാറിലാണ് അല്ലെങ്കിൽ തങ്ങൾക്ക് ഇന്ത്യൻ പൗരത്വമുണ്ടെന്ന് തെളിയിക്കേണ്ട ഒരു ബാധ്യത വോട്ടർമാർക്ക് വന്നുചേരുകയും ഈ ട്രിബ്യൂണലിൽ കൃത്യമായി തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരുപക്ഷെ അവർ നാട് കടത്തപ്പെടാനുള്ള സാധ്യതയും അവരുടെ ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടാനുള്ള സാധ്യതയും ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ഈ ഒരു റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഈ ദേശീയ പൗരത്വ രജിസ്റ്റർ കൃത്യമായി BJP സർക്കാർ അല്ലെങ്കിൽ RSSൻ്റെ അജണ്ട കൃത്യമായി ഈ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ മറവിൽ നടത്തുന്നതെന്ന് കൃത്യമായി പറയാൻ കഴിയും. അത് ശരിവയ്ക്കുന്ന കാര്യങ്ങളാണ് ഈ ഒരു വിജ്ഞാപനത്തിൽ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൂടുതൽ അധികാരം നൽകിക്കൊണ്ടുള്ള വിജ്ഞാപനത്തിൽ വ്യക്തമാവുകയും ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കറിയാം ഈ ബീഹാറിൽ ഏകദേശം 7.90, അതായത് 8 കോടിയോളം വോട്ടർമാരുണ്ട്. അവിടെ ഇപ്പോൾ തന്നെ ഈ കഴിഞ്ഞ ഞായറാഴ്ച മുതൽ തന്നെ ഈ ദേശീയ പൗരത്വ രജിസ്റ്ററുമായി അല്ലെങ്കിൽ ഈ ഒരു പുതിയ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓരോ വീടുകൾ കയറിയിറങ്ങിക്കൊണ്ട് ഉദ്യോഗസ്ഥന്മാർ അപേക്ഷാ ഫോമുകൾ അല്ലെങ്കിൽ ഇതിന് കൃത്യമായ ഫോമുകൾ നൽകി വരികയാണ്. ഈ ഫോമുകൾ നൽകിയപ്പോൾ തന്നെ 1 കോടിയിലധികം ആളുകളെ കാണാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ 1 കോടിയിലധികം ആളുകൾക്ക് ഫോം നൽകാനായില്ല എന്ന് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ വ്യക്തമാകുന്ന ഒരു സ്ഥിതി കൂടി ഉണ്ടായി. അതായത് 7.90 കോടി വോട്ടർമാരിൽ 6.86 കോടി വോട്ടർമാരിൽ ഈ ഫോം വിതരണം ചെയ്തു. പക്ഷേ 1 കോടിയിലധികം വോട്ടർമാർക്ക് ഫോം വിതരണം ചെയ്യാൻ കഴിഞ്ഞില്ല. ഇവർ ഒന്നുകിൽ വീടുകളില്ലാത്തവരോ അല്ലെങ്കിൽ മരിച്ചുപോയവരോ ഒക്കെ ആയിരിക്കും, അല്ലെങ്കിൽ പുറത്ത് ജോലി ചെയ്തവരായിരിക്കാം എന്നുള്ളൊരു വിശദീകരണമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്നത്. എന്തായാലും പ്രതിപക്ഷം വ്യക്തമാക്കുന്നത് ഈ ഒരു പുതിയ രീതിയിൽ വോട്ടർ പരിഷ്കരണം നടത്തുമ്പോൾ 3 കോടി വോട്ടർമാരെങ്കിലും ഈ വോട്ടർ ലിസ്റ്റിൽ നിന്ന് പുറത്തു പോകുമെന്നുള്ള ഒരു കാര്യം തന്നെയാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. അത് ശരിവയ്ക്കുന്ന കാര്യമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആദ്യഘട്ടത്തിൽ തന്നെ ഈ ആദ്യഘട്ടം പൂർത്തിയാക്കുമ്പോൾ തന്നെ കമ്മീഷൻ തന്നെ പറയുന്നു 1 കോടി വോട്ടർമാർക്ക് ഈ ഒരു അപേക്ഷാ ഫോമുകൾ നൽകാൻ കഴിഞ്ഞില്ല എന്നതിന് വ്യക്തമാകുമ്പോൾ സ്വാഭാവികമായും ഈ ബീഹാറിൽ നമുക്കറിയാം, ബീഹാറിൽ ഉള്ള നിരവധി ആളുകൾ ദില്ലിയിലും മറ്റ് സംസ്ഥാനങ്ങളിലും ജോലി ചെയ്യുന്നവരുണ്ട്. നമ്മുടെ കേരളത്തിൽ പോലും നിരവധി ബീഹാറികൾ ജോലി ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ ഈ സുർജിത് ഭവനിൽ പോലും 4-5ഓളം ബീഹാറികൾ ഇവിടെ തന്നെ ജോലി ചെയ്യുന്നുണ്ട്. ഇവിടെ തന്നെ നമ്മൾ ആ സുർജിത് ഭവനുള്ള ബീഹാറിലുള്ള ആളുകൾ നമ്മൾ ചോദിക്കുമ്പോൾ അവർ ഈ വോട്ടർ പരിഷ്കരണം സംബന്ധിച്ച് അവർ അറിഞ്ഞിട്ട് പോലുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് തന്നെയാണ് ബീഹാറിലെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിലും മറ്റുള്ള എല്ലാ മേഖലയിലും പിന്നോക്കം നിൽക്കുന്ന ഒരു വിഭാഗമാണ് ബീഹാറിലെ ആളുകൾ എന്ന് പറയുന്നത്. ആ ഒരു സംസ്ഥാനത്ത് ഈ ഒരു ചുരുങ്ങിയ കാലയളവിൽ ഈ ഒരു വോട്ടർ ബഹിഷ്കരണം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും വോട്ടർ പട്ടിക പരിഷ്കരണം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് വലിയ രീതിയിൽ ആളുകൾ വോട്ടർ പട്ടിക ലിസ്റ്റിൽ നിന്ന് പുറത്തു പോകുന്നൊരു സാഹചര്യം ഉണ്ടാകും. വോട്ടർ ID അല്ലെങ്കിൽ ആധാർ കാർഡോ മാത്രം പോരാ, അവർ ഇന്ത്യൻ പൗരനായിരിക്കും തെളിയിക്കുമെന്ന ഒരു നിർദ്ദേശം അല്ലെങ്കിൽ അത്തരത്തിലൊരു ഫോമിലൂടെ അവർ കൃത്യമായി അത് തെളിയിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. അവർ ഇവിടെ ജനിച്ചവരാണ് അല്ലെങ്കിൽ അവിടെ ഇന്ത്യൻ പൗരത്വം നിശ്ചയിക്കേണ്ട അല്ലെങ്കിൽ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ബോധിപ്പിക്കേണ്ട ഒരു സ്ഥിതിയാണ് പുതിയ ഒരു വോട്ടർ പരിഷ്കരണം കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുക. അതാണ് ഏറെ വെല്ലുവിളിയായി മാറിയിരിക്കുന്നത്. സ്വാഭാവികമായും പ്രതിപക്ഷം പറയുന്നത് പോലെ തന്നെ 3 കോടി വോട്ടർമാർ പുറം തള്ളി പോകുന്ന ഒരു സാഹചര്യം ഈ വോട്ടർ പട്ടികയിൽ ഉണ്ടാകും. അത് തെളിയിക്കുന്നതാണ് ഇപ്പോഴത്തെ ഒരു ആദ്യഘട്ടം തന്നെ
പൂർത്തിയാക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ കൂടുതൽ അധികാരം കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷന് കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ദേശീയ പൗരത്വ രജിസ്റ്റർ ഇതിന് മറവിൽ നടപ്പാക്കാൻ പോകുന്നു അല്ലെങ്കിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ ബീഹാറിലെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് വിലയിരുത്തേണ്ടി വരും. മനു, ശരി, വളരെ ഗൗരവതരമായ പ്രശ്നമാണ് ഇപ്പോൾ നമ്മൾ അഡ്രസ്സ് ചെയ്തിരിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം ഈ വോട്ടർ പട്ടിക പരിഷ്കരണം വരുമ്പോൾ ഏകദേശം 3 കോടി മനുഷ്യർക്ക്, ബീഹാറിലെ കണക്കാണ് ഞാൻ പറയുന്നത്, 3 കോടി മനുഷ്യർക്ക് അവരുടെ പൗരത്വം തെളിയിക്കാനുള്ള രേഖകൾ കൊടുക്കേണ്ടി വരും. അതിന് നിബന്ധനകൾ അങ്ങനെയാണ്. ഇപ്പോൾ 1987 മുൻപ് ജനിച്ചവരാണെങ്കിൽ അവരുടെ ജനനസ്ഥലവും ജനനരേഖകളും കൊടുക്കേണ്ടി വരും. ഇനി 87 ശേഷം ജനിച്ചവരാണെങ്കിൽ അവരുടെ മാതാപിതാക്കളുടെ ജനനസ്ഥലവും ജനനരേഖകളും തെളിയിക്കേണ്ടി വരും. നോക്കൂ, ഇപ്പോൾ ബീഹാർ പോലുള്ളൊരു സ്ഥലം, അവിടെയുള്ള മനുഷ്യരുടെ ജനനരേഖകളൊക്കെ അവരോട് ചോദിച്ചാൽ അവർ കൈമലർത്തുകയുള്ളൂ. നമുക്കറിയാം ആ നാടൊക്കെ എത്രമാത്രം പിന്നോക്കം നിൽക്കുന്നതാണ്. അവിടുത്തെയൊക്കെ ആരോഗ്യ രജിസ്റ്റർ സംവിധാനങ്ങളൊക്കെ എത്രമാത്രം പുറകോട്ടാണെന്ന് നമുക്കറിയാം. ഇപ്പോൾ സിബി പറഞ്ഞതുപോലെ അവരൊന്നും ഇത് അറിഞ്ഞിട്ട് പലരും ഇത് അറിഞ്ഞിട്ട് പോലുമല്ല ഇങ്ങനെ ഒരു വോട്ടർ പട്ടിക പരിഷ്കരണം അവരുടെ നാട്ടിൽ നടക്കുന്നുണ്ട്, അങ്ങനെ ഒരു നിർദ്ദേശം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുണ്ട് എന്നതുപോലും. അപ്പോൾ പലരും വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തു പോകും. അതിനുള്ള വഴികളാണ് ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പൗരത്വം തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ മനുഷ്യരുടെ അവസ്ഥ നിങ്ങൾ ഓർത്തു നോക്കൂ. അവർ തടങ്കലിലേക്ക് പോകേണ്ടി വരും. നമ്മുടെ പൗരത്വ നിയമം അങ്ങനെയൊക്കെയാണല്ലോ ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇത് സ്വാഭാവികമായും ബംഗാൾ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഇത് വലിയ തോതിൽ ബാധിക്കും. നമുക്കറിയാം ഒരുപാട് ആളുകൾ അവിടെയൊക്കെ ഈ പറയുന്ന കുടിയേറ്റക്കാരായ ആളുകൾക്ക് വർഷങ്ങൾക്ക് മുൻപ് വന്ന് താമസിക്കുന്നവരുണ്ട്. പലർക്കും ഈ പറയുന്ന രേഖകൾ, ജനനരേഖകളൊന്നും ഉണ്ടാകില്ല. പക്ഷേ നമ്മുടെ പൗരന്മാരായി നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നവരാണ്. എത്രയോ വർഷങ്ങളായി, ഇന്നും ഇന്നലെയും വന്നവരല്ല, 10, 50, 60 വർഷങ്ങൾക്ക് മുൻപ് വന്നവരാണ്. അവരുടെ അവസ്ഥ പോലും ദയനീയമായി പോകും. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന ഗൗരവതരമായ ആക്ഷേപം പ്രതിപക്ഷം ഉന്നയിക്കുന്നു. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൂടുതൽ അധികാരം നൽകുന്നു. മറ്റൊരു നിർദ്ദേശം കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് വരുന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ബീഹാറിലോ ബംഗാളിലോ അതല്ലെങ്കിൽ അസമിലോ ഉള്ള ഒരു ആൾ കേരളത്തിൽ ജോലി ചെയ്യുകയാണെങ്കിൽ അയാൾ കേരളത്തിലെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കണമെന്ന്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഓർത്ത് നോക്കൂ, നമ്മുടെ നാട്ടിൽ എത്ര കുടിയേറ്റ തൊഴിലാളികളുണ്ട്, അതിഥി തൊഴിലാളികളുണ്ട്. അവരെല്ലാവരും ഇവിടുത്തെ വോട്ടർ പട്ടികയിൽ അവരുടെ പേര് ചേർത്താൽ ഉണ്ടാകുന്ന ഒരു സാമൂഹ്യ രാഷ്ട്രീയപരമായ അസന്തുലിതാവസ്ഥ എങ്ങനെയായിരിക്കുമെന്ന് അവർക്ക് ഒരു പരിചയമില്ലാത്ത ഒരു രാഷ്ട്രീയ സംവിധാനത്തിലാണ് കേരളം എന്ന് പറയുന്നത്. അവർ ഇതുവരെ കണ്ട രാഷ്ട്രീയ സംവിധാനമല്ല കേരളം എന്ന് പറയുന്നത്. നമ്മുടെ സാമൂഹ്യ സന്തുലിതാവസ്ഥ തെറ്റിപ്പോകില്ലേ? കുടിയേറ്റക്കാരായ ആളുകൾ നമ്മുടെ വോട്ടർ പട്ടികയിൽ പേര് ചേർത്ത് നമുക്കിവിടെ വോട്ട് ചെയ്യാൻ വേണ്ടി വന്നാൽ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെ ഏത് വഴിക്കാണ് ചിന്തിക്കുന്നത്? ഏത് തരത്തിലുള്ള നീക്കങ്ങളാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഇത് അതുകൊണ്ട് തന്നെയാണ് ഒറ്റക്കെട്ടായി ചോദ്യം ചെയ്യും എന്ന നിലപാടിലേക്ക് പ്രതിപക്ഷം എത്തി നിൽക്കുന്നത്. ഏതായാലും ഇപ്പോൾ പല വഴിക്ക് നിൽക്കുന്ന ഇന്ത്യ സഖ്യത്തിന് ഒത്തുചേരുന്നതിനുള്ള, ഒരുമിച്ച് നിൽക്കുന്നതിനുള്ള ഒരു ഊർജ്ജമായി ഈ വിഷയം മാറുമോ എന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയാം. ആ രീതിയിൽ ഈ വിഷയത്തിന്റെ ഗൗരവം അഡ്രസ്സ് ചെയ്യാൻ രാജ്യത്തെ പ്രതിപക്ഷത്തിന് പറ്റുമോ എന്നും വരും ദിവസങ്ങളിൽ കണ്ടറിയാം.